ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവന്താണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം നല്ലൊരു മൽപ്പിടത്തിലാണ് കേട്ടോ ഗൈസ്. ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം പറയാനും പറ്റാമ്മയുടെ മുന്നിൽ ഞങ്ങൾ ആടി മറക്കാൻ പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം വേണം. ആദ്യമേ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നോക്കണ്ട അണ്ണി എന്ന് ഞാൻ തന്നെ നോക്കി. സാരി എടുക്കാറില്ല, അപ്പം അമ്മ ഒന്ന് സാരി എടുത്ത് തരികയാണ്. ഇതവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പൂസ് ആദ്യമായിട്ടാണ് കേട്ടോ സാരി എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. പടിയുന്നത് അവിടെ കട്ട വെയിറ്റിങ്ങിലാണ്. ചാച്ചൂസ് കുക്കൂസ് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇനി ഞങ്ങളും കൂടി ഇറങ്ങാനുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് കൊടിയേറ്റവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കൊടിയേറ്റം ദിവസം ഞങ്ങൾക്ക് അമ്മയുടെ മുന്നിൽ നൃത്തം ചെയ്യാൻ സാധിച്ചത്. അപ്പം അങ്ങനെ ഞാൻ റെഡിയായി. കണ്ണെഴുതിയപ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വന്നിട്ടുള്ള എക്സ്പ്രഷൻ കേട്ടോ ഗൈസ് ഇതൊക്കെ. അപ്പം അങ്ങനെ ഞാനെന്താ ചെക്കനുള്ള വെള്ളമാക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ് വെച്ചാൽ വെള്ളം വേണ്ടി വരും, എല്ലാ സാധനങ്ങളും വേണ്ടി വരും. നമ്മളത് വെള്ളമൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത് ഗൈസ്. അപ്പോൾ അതാ ഞാൻ വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ അതാ കുക്കൂസ് അവിടെ എന്തൊക്കെയോ വികൃതിയോട് കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. വികൃതി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ ഒപ്പിക്കുന്നുണ്ട്. ആ കോഴിക്കുട്ടികളെ പിടിക്കാൻ പോലാണ് അവൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അവർക്കൊരു സൗകര്യം കൊടുക്കില്ല. അപ്പം അങ്ങനെ അതാ എല്ലാവരും റെഡിയായി. എല്ലാവരും റെഡി ചെയ്താൽ പുറത്തേക്ക് വന്നു. അങ്ങനെ അതാ കുക്കുവിൻ്റെ അച്ഛനും വരുന്നുണ്ട് ഗൈസ്. ടടാടാ അങ്ങനെ അത് പൊളിച്ചു. അങ്ങനെ അത് സെറ്റായിട്ട് അവർ വന്നിട്ടുണ്ട്. എൻ്റെ ഭംഗിയുണ്ടല്ലേ, ആരെ വീടെടുത്ത് ഞാനല്ലേ. അങ്ങനെ അതാ ഞാൻ കയറണം ഗൈസ്. എന്താ റെഡി, ലെറ്റ്സ് ഗോ. കുക്കുവിന് സന്തോഷമായിട്ടോ. ടാറ്റ പോകാന്ന് പറഞ്ഞു വെച്ചാൽ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അമ്പലത്താറായിട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പരിചയമുണ്ടാവും നമ്മുടെ പെരുമ്പറ്റക്കാവൊക്കെ. ഇപ്പോൾ കാണാത്തവർ കണ്ടോളൂ. നമ്മൾ നല്ല ഫേമസ് പൂരം ലാണ്. ഏതാ കൊടിയേറ്റം കൂടി ആവുകൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം തിരക്കാണ്. അങ്ങനെ കണ്ടില്ലേ, അപ്പലം കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു എനർജി കിട്ടുന്നുണ്ട് നമ്മളോട് അറിയപ്പെട്ട ഗൈസ്. അങ്ങനെതാ ഗൈസ്, ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്, ഇറങ്ങുകയാണ്. ഇപ്പോൾ സ്റ്റേജ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇപ്പോൾ ഇവിടെ ഇതായി സംഭവങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ തിരുവാതിര അവിടെ ഇങ്ങനെ സ്റ്റേജിൽ അരങ്ങേറിയും കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ തിരുവാതിര ടീംസ് ഉണ്ട്, കൈകൊട്ടിക്കളി ടീംസ് ഉണ്ട്, കുറേ ടീംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റി. വി ആർ വെരി ഹാപ്പി. അടുത്ത തിരുവാതിര ഭയങ്കര രസമുണ്ടായിരുന്നു. ഇനി അടുത്തത് വരുന്ന ഞങ്ങളുടെ കൈകൊട്ടിക്കളി. യെസ്, അങ്ങനെ ഞങ്ങൾ കളിക്കാൻ പോവാണ് ഗൈസ്, കളിക്കാൻ പോവാണ്. അപ്പം അല്ലല്ലോ നമ്മളത് കളിച്ച് ക്ഷീണിച്ച് വന്നിട്ടുണ്ട്. വേർത്തത് ഞങ്ങൾ. അപ്പോൾ കേസ് അങ്ങനെയതാ നമ്മൾ ചാച്ചു പിന്നെ അമ്പലം എത്തിയത് ഉറങ്ങിയിട്ടവൻ. അങ്ങനെ എല്ലാ കളിച്ചവരൊക്കെ ഇറങ്ങി ഇതവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കേസ് ഞങ്ങൾ ക്ഷീണിച്ചു പോയി. എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അമ്മ ആര്യനെ പിടിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. അവൾ ഫുൾ ടയേർഡായിട്ട് കയ്യിൽ ഇതാവുന്നത് കാരണം. അങ്ങനെ കേസ് കുറേ പരിപാടികളുണ്ടായിരുന്നു. ശിവ 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 ശങ്കര അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ കേസ് എല്ലാം സെറ്റായിരുന്നു. ഇനി നമ്മൾ ഇതൊന്നും അല്ല, നമ്മുടെ അവസാന ഒരു പരിപാടി ഉണ്ട്. നമ്മുടെ വെടിക്കെട്ട്. അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ കേസ്. ഒരു ഒന്നൊന്നര സംഭവമായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് കാണുന്നത്. ഈ പുള്ളിയായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സെൽഫിയൊക്കെ പാസ്സാക്കി.
ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ടിങ് ടിങ് ടിങ്. കുക്കുവിന് അച്ഛൻ്റെ തോളത്തുനിന്ന് കയറിയിട്ട് തന്നെ അല്ല ഗൈസ്, സോറി ഇറങ്ങിയിട്ട് തന്നെ അല്ല ഗൈസ്, അവിടെ തന്നെ നിൽക്കണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഇതാ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോഴത്തേക്ക് അമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ട ഗംഭീര വർത്താനാണ്. അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഐസ്ക്രീം വാങ്ങിക്കാൻ പോകട്ടോ. അപ്പോൾ അവന് പച്ച കളർ ഐസ്ക്രീം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതാ പിസ്ത ഐസ്ക്രീം വാങ്ങി. അപ്പം അങ്ങനെ ഗൈസ് അച്ഛനും മോനും കൂടെ എന്തൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് ഐസ്ക്രീം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ എനിക്ക് കാളൻ കഴിക്കാൻ തോന്നി. അപ്പം നമ്മളത് കാളൻ വാങ്ങിക്കാൻ പോകട്ടോ ഗൈസ്. ഭയങ്കര അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആണെങ്കിലോ ചുട്ടും കഴിക്കാനും വന്നില്ല ഗൈസ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. സെറ്റാക്കി ഉണ്ട് കേട്ടോ. പറമ്പിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇല്ലാതെ പിന്നെ എന്ത് വൈബ് അല്ലേ. ഞങ്ങൾ കഴിച്ച് സെറ്റായി ഉഷാറായി. എനർജി വെടിക്കെട്ട് കാണാനുള്ള എനർജിയൊക്കെ ശേഖരിച്ച് ഞങ്ങളത് വെടിക്കെട്ട് കാണാൻ പോകുന്ന ഗൈസ്. അടിപൊളിയായിരുന്നു അല്ലേ പന്തല്? അടിപൊളിയായിരുന്നു. പിന്നെ ഗൈസ് അവിടെ ശർക്കര വെള്ളമൊക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാനൊരാഗ്രഹം. ഞങ്ങളിതാ കുടിച്ചു. അപ്പോൾ അത് കുറച്ച് ലേശം കൊക്കോന് കിട്ടിയപ്പോൾ കൊക്കോന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഞങ്ങൾ കൊക്കും ഒരു ഗ്ലാസ് കുടിച്ച്, ഇങ്ങനെ മൂന്നാളും ഒരു ഗ്ലാസ് കുടിച്ച് ഞങ്ങളത് പോകണം കേട്ടോ. എൻ്റെ അടുത്തപ്പോൾ ഒടുക്കത്ത തിരക്ക്. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ട് വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഗൈസ് ടേ എന്നുള്ളൊരു സൗണ്ട് കേട്ട് ഞാൻ ഞെട്ടിപ്പോയത്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. പിന്നെ അടുത്ത് വെടിക്കെട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വെടിക്കെട്ട് എല്ലാവരും കണ്ട് ആസ്വദിക്കുക. എല്ലാവർക്കും പുരയാൻ പറ്റിയ പൂരം മഹോത്സവം ആശംസിച്ചുകൊണ്ട് കണ്ടില്ലേ, കൈകളെല്ലാം ഉയർത്തിയിട്ട് എല്ലാവരും ക്യാമറ ഓണാക്കിയിട്ടാണ് ഗൈസ് നിൽക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് എൻജോയ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ. ഗൈസ് ബൈ. കൺഫ്യൂഷനായി.
കൂടി